ഇ പി ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരിക്കുന്ന ആ ഒരു വാർത്ത അതിങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രതിപക്ഷത്തിന്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം വരുമ്പോൾ കേരളത്തിൽ BJP CPM കൂട്ടുകെട്ട് ഉണ്ട് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ വാദം ശരിവെക്കുന്നതാണ് ഈ കാര്യങ്ങളെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾക്ക് BJPയുമായി വഴിവിട്ട ബന്ധം ഉണ്ട്. ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണെന്നും സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരായ കേന്ദ്ര അന്വേഷണം ദുർബലപ്പെടുത്താൻ ശ്രമമുണ്ട് എന്നും തരത്തിൽ VD സതീശൻ പ്രതികരിക്കുന്നു. അതിലേക്ക് BJPയുമായി ബന്ധമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞങ്ങൾ LDFന്റെ കൺവീനറായിരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന ഇ പി ജയരാജന് BJPയിലെ കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറുമായിട്ട് ബന്ധമുണ്ടെന്നും പ്രകാശ് ജാവദേക്കർ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായിട്ട് ബന്ധമുണ്ടെന്നും ആക്ഷേപം ഉന്നയിച്ചത് കേരളത്തിലെ പ്രതിപക്ഷം. അന്ന് CPMഉം ഇ പി ജയരാജനും മുഖ്യമന്ത്രിയും ഈ ആരോപണം നിഷേധിച്ചു. ഇപ്പൊ അത് സത്യമാണെന്ന് തെളിഞ്ഞു. പ്രതിപക്ഷം പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞു. അദ്ദേഹം ത്യാഗപൂർണമായി ഒഴിയല്ലോ. അദ്ദേഹത്തിന് ഇപ്പോ എന്തുകൊണ്ടാണ് CPM ഈ വിഷയം പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതെന്ന് എനിക്കറിയില്ല. അത് അവരുടെ ആഭ്യന്തര കാര്യം. പക്ഷേ അദ്ദേഹത്തിനും മാത്രമല്ല കേരളത്തിലെ CPMന് BJPയുമായി തെറ്റായ ബന്ധമുണ്ട്, ബിസിനസ് ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ ആരോപണം ഉന്നയിച്ച ആരോപണം ശരിയാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ ഇ പി ജയരാജൻ കണ്ടത് ന്യായീകരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി കൂടിയാണ് പ്രകാശ് ജാവദേക്കറിനെ ഇ പി ജയരാജൻ കണ്ടത് എന്നാണ് ഞങ്ങൾ ആരോപിച്ചത്. അതുകൊണ്ടാണ് അതായത് ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള ഇ പി ജയരാജന്റെ ബന്ധത്തെ പറ്റി മാത്രമാണ് മുഖ്യമന്ത്രി അന്ന് തള്ളി പറഞ്ഞത്. പ്രകാശ് ജാവദേക്കറെ കണ്ടുകൊണ്ട് എന്താ കുഴപ്പം, ഞാനും നിരവധി പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തിനാണ് മുഖ്യമന്ത്രി പ്രകാശ് ജാവദേക്കറെ കാണുന്നത്? പ്രകാശ് ജാവദേക്കർ ഇപ്പൊ കേന്ദ്രമന്ത്രിയൊന്നുമല്ല, കേരളത്തിലെ BJPയുടെ ചുമതലയുള്ള ആളാണ്. അയാളെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ എന്തിനാ കാണുന്നത്? ഇ പി ജയരാജൻ എന്തിനാ കാണുന്നത്? പോയ വഴിക്ക് വീട്ടിൽ കയറിയതാണെന്നാ പറഞ്ഞത്. പോയ വഴിക്ക് ഇവരാരും ഞങ്ങളൊന്നും വീട്ടിൽ കയറിയില്ലല്ലോ. അപ്പൊ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടിട്ടുള്ളത്. കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും ഒക്കെ എതിരായ കേസുകളെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കണ്ടത്. ഇപ്പൊ എന്തുകൊണ്ടാണ് അക്കാര്യത്തിൽ അന്ന് ഇവർ സംരക്ഷിക്കുകയല്ലേ ചെയ്ത്? ഇലക്ഷൻ കാലത്ത് ഇവർ മുഴുവൻ സംരക്ഷിക്കുകയത്. മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിന് പ്രകാശ് ജാവദേക്കറെ കണ്ടാൽ എന്താണ് കുഴപ്പം, ഞാനും പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ എന്താണ് ജയരാജന്റെ കുഴപ്പമൊന്നും അറിയില്ല. അന്ന് ഇതിനെല്ലാം ന്യായീകരിച്ചാണ് കേരളത്തിലെ CPMനും CPM നേതാക്കൾക്കും BJPയുമായി ബന്ധമുണ്ടെന്നുള്ള കാര്യം ഉറപ്പിച്ചു. രണ്ടാമത്തെ കാര്യം, ഈ അൻവറിന്റെ ഒരു ടെലിഫോൺ സംഭാഷണം, പ്രത്യേകിച്ച് മുൻ SP-യുമായിട്ട്, അതിൽ ഈ ADGP അജിത് കുമാറുമായിട്ടുള്ള ചില ബന്ധങ്ങൾ, അജിത്തിന്റെ ഇടപെടലുകൾ ശശിയുമായി ചേർന്ന് നടത്തുന്നതൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അത്തരത്തിലൊരു അത് ഭൂഷണമാണോ, അത്തരത്തിലുള്ളൊരു വിപുലമായ അന്വേഷണത്തിന്റെ സാധ്യതയല്ലേ തുറന്നിരുന്നത്? ഭരണകക്ഷി MLAയും പത്തനംതിട്ട SP-യും നടത്തിയ സംഭാഷണം പുറത്തു വന്നപ്പോൾ കേരളത്തിലെ പോലീസ് സേനയുടെ ആഭ്യന്തര വകുപ്പിന്റെ മൊത്തം തലയിൽ ഒരു പുതപ്പ് ഇടുന്ന, ഈ പുതപ്പിട്ടിറങ്ങിയായിരിക്കും, തലയിൽ മുണ്ടിട്ടിറങ്ങാന്നുള്ളത് അത് വ്യക്തികളിലാണ് പറയാറുള്ളത്. ഇത് മൊത്തം പോലീസ് സേനയുടെ തലയിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിൽ കേരളത്തിലെ പോലീസ് സേനയുടെ ചരിത്രത്തിൽ ഈ പോലീസ് സേനയും